സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ജനോപകാരപ്രദമായ നിരവധി പ്രവർത്തനങ്ങളിലൂടെ സാധാരണക്കാർക്ക് കൈത്താങ്ങാവാൻ ശ്രമിക്കുന്ന വെച്ചൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനം ഏറെ മാതൃകാപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വെച്ചൂർ പഞ്ചായത്തിൻ്റെ പ്രവർത്തന മികവ് പരിഗണിച്ച് മാധ്യമ സ്ഥാപനം ഏർപ്പെടുത്തിയ ജനമൈത്രി പുരസ്കാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.ആർ. ലൈലകുമാറിന് സമ്മാനിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വെച്ചൂർ സെന്റ് മേരീസ് പള്ളി ഹാളിൽ നടന്ന യോഗത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും പ്രതിപക്ഷ നേതാവ് ഉപഹാരം നൽകി അനുമോദിച്ചു. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം.എൽ.എ. മുഖ്യപ്രഭാഷണം നടത്തി. ഈ വിജയത്തിന് കരുത്ത് പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പഞ്ചായത്തിലെ എല്ലാ ജീവനക്കാരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. പല പഞ്ചായത്തുകളിലും വികസന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയും അവിടുത്തെ പല ജീവനക്കാരെയും എങ്ങനെയെങ്കിലും ഒന്ന് സ്ഥലം മാറ്റി തരാമോ എന്ന് ചോദിച്ച് തിരുവനന്തപുരത്ത് വരുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും നമ്മുടെ പഞ്ചായത്തിലെ ജനപ്രതിനിധികളെയും നിരവധി പ്രാവശ്യം കണ്ടുമുട്ടുന്നവരാണ് എം.എൽ.എമാർ. ഞങ്ങൾ എം.എൽ.എമാർ കൂടെ മന്ത്രിയുടെ അടുത്ത് പോകും, പറ്റുന്ന ആരെങ്കിലും കൂടി അതിൽ ഇടപെടൽ നടത്തും. എങ്ങനെയെങ്കിലും പഞ്ചായത്തിൽ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകണമെങ്കിൽ കൊള്ളാവുന്ന ആരെങ്കിലും ഒക്കെ മാറ്റി വയ്ക്കണം. ഈ കൊള്ളാവുന്നവരെ കിട്ടിയില്ലെങ്കിലും ഈ ചില ആളുകളൊന്നും മാറ്റി തന്നാൽ മതി എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അങ്ങനെ കാണുമ്പോൾ ഈ പഞ്ചായത്തിൽ ഇത്രയും നല്ല നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പഞ്ചായത്തിലെ ജീവനക്കാരുടെ സഹകരണവും ഏറ്റവും വിലപ്പെട്ടതാണ്. ഡി.സി.സി പ്രസിഡന്റ് നാട്ടകം സുരേഷ്, ആർ. ബാബുരാജ്, പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ആർ. ലൈലകുമാർ, പി.ഡി. ഉണ്ണി, വക്കച്ചൻ മണ്ണത്താലി, പോൾസൺ ജോസഫ്, വി.ഡി. സണ്ണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിൻസി ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ 2-3 വർഷക്കാലങ്ങളിലാണ് കൂടുതൽ ഇത്ര ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നത്. നമുക്കറിയാം, ആദ്യമൊക്കെ ബഡ്ജറ്റിന്റെ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ കൃഷിയിലേക്ക് പഞ്ചായത്തിന്റെ വീതം, അതായത് ജനസംഖ്യയുടെ സ്ഥാനത്ത് വീതം കൃത്യമായി അലോട്ട്മെന്റ് നൽകുകയും അതനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ബില്ലുമാരെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നൂറുകണക്കിന് പ്രദേശവാസികൾ പുരസ്കാര സമ്മേളനത്തിൽ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.